ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അനുസരിക്കാതെ ബലിയർപ്പിക്കുന്നവർ അവരുടെ നടപ്പ് മുമ്പോട്ടല്ല പിന്നോട്ടാണ് എന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ചിലർക്ക് തോന്നിയേക്കാം ഇത് കുർബാന തർക്കം അതായിരിക്കാം വിഷയമെന്ന്. അതും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനേക്കാളൊക്കെ ഒരുപാട് കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമ്മുടെ യാത്ര മുന്നോട്ട് എന്നതിനേക്കാൾ പിന്നോട്ടാക്കാൻ പറ്റും. അത് വൈദികരോ മെത്രാന്മാരോ അൽമേനികളോ ആരും ആകട്ടെ, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ യാത്ര മുന്നോട്ടാക്കുന്നതിനേക്കാൾ പിന്നോട്ടാക്കാൻ പറ്റും. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അനുസരണക്കേടാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമുക്കതിന് ഒരു വചനമെടുക്കാം. ജെറമ്യ 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 28 വരെ. ജെറമ്യ 7-ാം അധ്യായം 21 മുതൽ 28 വരെ ഇരുന്ന് ധ്യാനാത്മകമായിട്ട് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വലിയ സന്ദേശം അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കാര്യം, നീ ബലിക്കുമേൽ ബലിയർപ്പിച്ചാലും കർത്താവ് അത് സ്വീകരിക്കണമെന്നില്ല. ഞാൻ ഒരു ദിവസം തന്നെ 2-3 കുർബാനയിൽ പങ്കെടുത്താലും അതൊരു കുർബാനയായിട്ട് ദൈവം സ്വീകരിക്കണമെന്നില്ല. 3-4 ബലി ഞാൻ ഒരു ദിവസം അർപ്പിച്ചാലും അതൊരു ബലിയായിട്ട് കർത്താവ് സ്വീകരിക്കണമെന്നില്ല. അതിൻ്റെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് 1-2 വചനങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ മനസ്സിലാകും. യെശയ്യാ 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വായിക്കുമ്പോൾ, നീ എത്ര പ്രാർത്ഥിച്ചാലും നീ എത്ര ബലിയർപ്പിച്ചാലും ഞാനത് സ്വീകരിക്കത്തില്ല, കാരണം നിൻ്റെ കരങ്ങൾ രക്തപങ്കിലമാണ്. ആമോസ് 5:21 മുതൽ 24 വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ബലിയർപ്പണത്തിൽ ഞാൻ പ്രസാദിക്കത്തില്ല, കാരണം നീ അനീതി പ്രവർത്തിക്കുന്നു, സത്യസന്ധമായിട്ട് നീ ജീവിക്കുന്നില്ല, അതുകൊണ്ട് നിൻ്റെ ബലി എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന്. രണ്ടാമതൊരു കാര്യം, ഈ ജെറമ്യ 7:22 വായിച്ചാൽ കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ബലിയർപ്പിക്കാനും ബലിയർപ്പിക്കാനല്ല, എൻ്റെ വാക്കനുസരിക്കാനാണ് ഞാൻ പറഞ്ഞത്. നീ അത് ചെയ്യുന്നില്ല. ബലിയർപ്പണമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ വാക്കനുസരിക്കുന്നതിൽ നീ പരാജയപ്പെടുന്നു. ഇതാണ് ശരിക്കും ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് ഇവിടെ കാണാൻ പറ്റും. എന്നിട്ട് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അനുസരിക്കുന്നെങ്കിൽ, എൻ്റെ വാക്ക് നീ അനുസരിക്കുന്നെങ്കിൽ നിനക്കെല്ലാം ശുഭമായിരിക്കും. അനുസരണക്കേട് കാണിച്ചിട്ട് 2-3 ബലിയിൽ പങ്കെടുത്തെന്ന് പറഞ്ഞാലും ഈ ശുഭം നിനക്കുണ്ടാകണമെന്നില്ല. അശുഭമായ പലതും നീ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് വായിക്കുമ്പോൾ ജെറമ്യ 7:22 മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവർ കേട്ടിട്ടും അനുസരിച്ചില്ല. പ്രവാചകന്മാരിലൂടെ ദൈവം സംസാരിച്ചതാണ്. അവർ കേട്ടിട്ട് അതൊന്നും അവരനുസരിച്ചില്ല. ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് അവർ തന്നിഷ്ടം പ്രവർത്തിച്ചു. ചിലരെ കാണാൻ സാധിക്കും, അവരുടെ ഇഷ്ടം പ്രവർത്തിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ആർക്കും പറ്റില്ല. മാതാപിതാക്കൾ നോക്കിയാലും വികാരിയച്ഛൻ നോക്കിയാലും മെത്രാൻ നോക്കിയാലും അവരവരുടെ ഇഷ്ടം നടത്തത്തുള്ളൂ. അങ്ങനെ തന്നിഷ്ടം പ്രവർത്തിച്ചു. എന്നിട്ട് കർത്താവ് പറയാണ്, അവർ പ്രവാചകന്മാരെ പോലും അവഗണിച്ചു. അതുകൊണ്ട് അവരുടെ നടപ്പ് മുന്നോട്ടായിരുന്നില്ല, പിന്നോട്ടായിരുന്നു. അതിന് കാരണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. തുടർന്ന് വായിച്ചാൽ മറ്റൊരു കാര്യം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. കർത്താവ് തന്നെ പറയാ, പ്രവാചക, കാര്യം നീ എൻ്റെ നാമത്തിൽ പോകുന്നു, നിൻ്റെ സ്വരം എൻ്റെ സ്വരമാണ്, പക്ഷെ അവർ കേൾക്കത്തില്ല. അവരങ്ങനത്തെ തന്നിഷ്ടക്കാരാണ്. ഇനി ശിക്ഷണം അവർ സ്വീകരിക്കത്തില്ല, സത്യം അവർ ഉപേക്ഷിച്ചു. ഇതെല്ലാം കാരണം അവർക്കുണ്ടാകാവുന്ന ശിക്ഷയെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 3-ാം അധ്യായം അതിൻ്റെ 28 മുതൽ വായിച്ചാൽ, പരിശുദ്ധാത്മാവിനെതിരായ പാപം പോലും അവർ ചെയ്യും. കാരണം അവർ സത്യം നിഷേധിക്കുന്നു. ദൈവത്തെ തന്നെ അവർ അംഗീകരിക്കാതെ തന്നിഷ്ടപ്രകാരം അവർ ജീവിക്കുന്നു. അതവരെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്നാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. യെശയ്യാ 50:11 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, അനുസരിക്കാത്തവർ അന്ധകാരത്തിലാണ്. വേറെ പലതും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം, പലരുടെയും കണ്ണിലുണ്ണിയാകാൻ നമുക്ക് പറ്റുന്നുണ്ടായിരിക്കാം, പക്ഷെ അനുസരിക്കാത്തവർ അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. മറ്റൊരു വചനം 1 സാമുവേൽ 15:22-23 വചനങ്ങളാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണമാണ്, ബലിയേക്കാൾ ശ്രേഷ്ഠം. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെ. അതുകൊണ്ട് ഈ പാപം ചെറുതല്ല, വളരെ ഗൗരവമുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 15:23 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വചനം തിരസ്കരിക്കുന്നവർ ദൈവത്തെ തിരസ്കരിക്കുന്നു. ദൈവത്തെ തിരസ്കരിച്ചാൽ, വചനം തിരസ്കരിച്ചാൽ എന്തുണ്ടാകാം? നീ കാലിടറി വീഴും. 1 പത്രോസ് 2:8 വചനം കൂടി വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രതിഷ്ഠാജപത്തിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ പിന്നോട്ടുള്ള നടപ്പ് നിർത്തിയിട്ട് മുന്നോട്ട് നടക്കാൻ, ദൈവത്തെ അനുസരിക്കുന്നവർ വചനം അനുസരിക്കുന്നവരായി മാറുവാൻ അതിനുവേണ്ട കൃപയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും
നിശബ്ദതയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി നമ്മെ അനുഗ്രഹിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് സ്വീകരിക്കണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.